ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമമായി കാറ്റുള്ള മല മാറിയത് ഈ പ്രദേശത്തിൻ്റെ ആത്മീയ നിറവ് കൊണ്ടാണ്. മലബാറിലെ മലയോരങ്ങളിൽ കുടിയേറിയ ജനത എവിടത്തെയും പോലെ കാറ്റുള്ള മലയിലും കനൽ വഴികൾ താണ്ടി ജീവിതം പടുത്തുയർത്തി. കാടും കാട്ടാറും കാട്ടുമൃഗങ്ങളും നിറഞ്ഞാടിയ ഈ പ്രദേശത്ത് മലഞ്ചരക്കിൻ്റെ ഉൽപാദന ഭൂമികയായി ഉയർത്തുമ്പോൾ ഒരു ജനതയ്ക്ക് നഷ്ടക്കണക്കുകളുടെ പുസ്തകങ്ങളിൽ അനേകം പേരുകൾ എഴുതി ചേർക്കാനുണ്ട്. നേട്ടങ്ങളുടെ കണക്കുകളും കോട്ടങ്ങളുടെ കണക്കുകളും പെരുക്കുമ്പോൾ സായൂജ്യത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഈ ഇടവക. സുവർണ ജൂബിലിയുടെ ഈ വർഷത്തിൽ അനിർവചനീയമായ ആത്മീയ നിറവിൽ ഈ ജനതയെ നയിച്ചുകൊണ്ട് ഈ നല്ല ഇടയൻ ഇവർക്കൊപ്പം, ഇവർക്ക് മുന്നേ ചരിക്കുന്നു. താമരശ്ശേരി രൂപതയിൽപ്പെട്ട കൂരാച്ചുണ്ട് ഫൊറോനയുടെ കീഴിലുള്ള ഒരിടവകയാണ് സെൻറ് മേരീസ് ചർച്ച് കാറ്റുള്ളമല. 240 കുടുംബങ്ങളും 1000-ഓളം കുടുംബാംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഇടവക. ഈ ഇടവക തികച്ചും മലയോര മേഖലയിൽപ്പെട്ട ഒരിടവകയാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ഈ ഇടവകയ്ക്കുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 1966 ഇടവകയായി രൂപീകൃതമായ കാറ്റുള്ളമല ഇടവകയെ സംബന്ധിച്ച് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവപരിപാലനയുടെ വലിയൊരു ചരിത്രം തന്നെ ഇടവകയ്ക്ക് പറയാനുണ്ട്. ഇടവകയുടെ ആത്മീയ ഉറവിടമായ ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് എന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷപ്രദമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ ഇടവകയ്ക്കും ഇടവകയിലെ കുടുംബങ്ങൾക്കും വളരെയേറെ ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ ഇടവക അംഗങ്ങൾ എല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താമരശ്ശേരി രൂപതയ്ക്ക് ആധ്യാത്മിക നേതൃത്വം നൽകിയ അഭിമന്യ മാർ സെബാസ്റ്റ്യൻ മങ്കടിക്കൽ പിതാവിനെയും മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെയും മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിനെയും ഇപ്പോൾ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ റെമേജിയസ് പിതാവിനെയും ഞങ്ങൾ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഇടവകയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വൈദികർ, ഓരോ കാലഘട്ടത്തിലും ഇവിടെ സേവനമനുഷ്ഠിച്ച വൈദികരാണ് ഈ ഇടവകയെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്നത്. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ഇടവകയ്ക്ക് 12 വൈദികരാണ് ഇടവക വികാരിമാരായി ഇവിടെ സേവനം ചെയ്തിട്ടുള്ളത്. ഇവരിൽ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ബഹുമാനപ്പെട്ട പോൾ കളപ്പുരയ്ക്കൽ അച്ഛനെ ഏറെ പ്രത്യേകമായി ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈ ഇടവകാംഗങ്ങൾക്ക് മാത്രമല്ല, ബാലുശ്ശേരി മുതൽ കൂരാച്ചുണ്ട് വരെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും അവരുടെ മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പോളച്ചൻ. കാരണം ഈ പ്രദേശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, സ്കൂളുകളുടെ നിർമ്മാണം, അങ്ങനെയുള്ള ഭൗതികമായ വളർച്ചയ്ക്കും ആധ്യാത്മിക നേതൃത്വത്തിനും അച്ഛൻ നൽകിയ സേവനം എന്നും അനുസ്മരിക്കേണ്ടത് തന്നെയാണ്. ഇടവകയിലെ കുടുംബങ്ങളെ 20 കുടുംബ യൂണിറ്റുകളായി തിരിച്ചാണ് ഇടവകയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇടവകയുടെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് ഈ കുടുംബ യൂണിറ്റുകളും അവർക്ക് നേതൃത്വം നൽകുന്ന ഭാരവാഹികളും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കുടുംബ യൂണിറ്റുകൾ മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടുകയും എല്ലാ അംഗങ്ങളും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഇടവകയുടെ പൊതുവായ പ്രവർത്തനങ്ങൾ പങ്കിടുകയും അവ പ്രാവർത്തികമാക്കുവാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇടവകയിലെ നടത്തപ്പെടുന്ന ആധ്യാത്മിക കാര്യങ്ങൾ കുരിശിൻ്റെ വഴി, ക്രിസ്തുമസ് കരോൾ, കലാപരിപാടികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ കുടുംബ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത്. എല്ലാവരുടെയും പങ്കാളിത്തത്തിന് ഈ കുടുംബ യൂണിറ്റുകൾ ഏറെ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയുടെ മുഖപത്രമായ മലബാർ വിഷൻ പത്രം എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നതും ഈ കുടുംബ യൂണിറ്റുകൾ വഴി തന്നെയാണ്. ദിവസേനയുള്ള വിശുദ്ധ ബലിയർപ്പണമാണ്
ഈ ഇടവകയുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ഞായറാഴ്ച ദിവസങ്ങളിൽ 2 വിശുദ്ധ ബലിയർപ്പണവും ഇടദിവസങ്ങളിൽ 1 വിശുദ്ധ ബലിയർപ്പണവും ഇവിടെ മുടങ്ങാതെ നടക്കുന്നു. ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് കൂടുതൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇടവകയിൽ നടത്തപ്പെടുന്ന വാർഷിക ധ്യാനങ്ങളും സെമിനാറുകളും ക്ലാസ്സുകളുമൊക്കെ ഇടവകാംഗങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി വരുന്നുണ്ട്. വിശ്വാസ പരിസര രംഗത്ത് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഇടവകയാണ് കാറ്റുള്ളമല. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം വളരെ കൃത്യമായും ഭംഗിയായും രൂപതയുടെ നിർദ്ദേശമനുസരിച്ച് നടത്തി വരുന്നു. ഇടവകയിലെ ഭക്തസംഘടനകൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. മാതൃവേദി, KCYM, വിൻസെൻ്റ് ഇപ്പോൾ, മിഷൻ ലീഗ്, തിരുവാല സഖ്യം, പിതൃവേദി, അൾത്താര സംഘം, ഗായക സംഘം എന്നീ സംഘടനകളെല്ലാം വളരെ നന്നായി പ്രവർത്തിച്ച് ഇടവകയുടെ വളർച്ചയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട്. ഇവിടെ ഇടവകയുടെ ഭരണ സംവിധാനം ഇപ്രകാരമാണ്. കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പാരിഷ് കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുകയും അവരോടൊപ്പം മറ്റ് സംഘടനകളുടെ പ്രതിനിധികളെ ആ പാരിഷ് കൗൺസിലിലേക്ക് അംഗങ്ങളാക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും പൊതുയോഗത്തിൽ നിന്ന് കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഒരു വർഷം 4 കൈക്കാരന്മാരെ വീതം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇടവകയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും ഇടവക വികാരിയെ സഹായിക്കാനുമായി പാരിഷ് സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടവകയുടെ മറ്റ് പ്രവർത്തനങ്ങൾ സഹായിക്കുവാനായി അക്കൗണ്ടൻ്റ്, അൾത്താര, ശുശ്രൂഷി എന്നിവരും സജീവമായി ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയുടെ ആധ്യാത്മിക കാര്യങ്ങളും ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ സ്തുത്യർഹമായ സേവനം ഇവിടെ അനുഷ്ഠിച്ചു വരുന്നു. സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ LKG, UKG ക്ലാസ്സുകളിൽ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. കാറ്റുള്ളമലയുടെ വളർച്ചയ്ക്ക്, ബൗദ്ധികമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ നിർമ്മല UP സ്കൂൾ എന്നും ശിരസ്സുയർത്തി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാലയമായിരുന്നു നിർമ്മല UP സ്കൂൾ കാറ്റുള്ളമല. മലമുകളിൽ നിന്നും ഇന്ന് നിർമ്മല UP സ്കൂൾ പള്ളിയോട് ചേർന്ന് പുതിയ കെട്ടിടത്തിലേക്ക് സ്ഥലം മാറി വരുമ്പോഴും ആ ആധ്യാത്മിക ക്ഷേത്രം ശിരസ്സുയർത്തി തന്നെ നിൽക്കുകയാണ്. കാറ്റുള്ളമല ഇടവകയുടെ പൊതുവായുള്ള വളർച്ചയ്ക്ക് നിർമ്മല UP സ്കൂളിൻ്റെ പങ്ക് നാം എന്നും അനുസ്മരിക്കേണ്ടതുമാണ്. കാറ്റുള്ളമല ഇടവക സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഒരുമിച്ച്, ഇടവകാംഗങ്ങൾ ഒരുമിച്ച് ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആയിരിക്കുകയാണ്. കാറ്റുള്ളമല ഇടവകയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സന്തോഷപൂർവ്വം ഇവിടുത്തെ വികാരി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഇടവകാംഗങ്ങൾ എല്ലാവരും ഒരുപോലെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നു, സഹകരിക്കുന്നു എന്നുള്ളതാണ്. ആധ്യാത്മിക കാര്യങ്ങളിലും ഭൗതിക പ്രവർത്തനങ്ങളിലും ഇടവകാംഗങ്ങൾ ഏറ്റവും സജീവമായി അവരുടെ സഹകരണം ഉറപ്പുവരുത്തുന്നത് കൊണ്ട് തന്നെ ഈ ഇടവക ഓരോ ദിവസവും പുതുചൈതന്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജൂബിലി ആഘോഷത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ ഈ ഇടവക ഒരുമിച്ച് ഒന്ന് ചേരുമ്പോൾ എല്ലാവരെയും, ഇടവകാംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് തന്ന ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. മഴവില്ല് മേയുന്ന 7 നിറങ്ങൾ, നമ്മുടെ മനസ്സിൽ നിറയുന്ന മറക്കാനാവാത്ത നിറങ്ങളുടെ ലോകം. എത്ര മനോഹരം! മഴവില്ലിൻ്റെ ചാരുതയാൽ മനം കവരാനെത്തുന്നു 7 സുന്ദരി കുട്ടികൾ.
എന്തിനി പറയേണ്ടു ഞങ്ങൾ നിങ്ങൾക്കു മുന്നിൽ, എന്തിനി പറയേണ്ടു ഞങ്ങൾ. എങ്കിലും പറയാതെ വയ്യ പെറ്റമ്മതൻ തോരാത്ത കണ്ണീർ കഥ. പറവോ ഉയർത്തിയ നിയമത്തിൻ മുന്നിൽ കുഞ്ഞിൻ മുഖം കാണാനാവാതെ പാഴായി പോകുന്ന മുലപ്പാലിൽ കുളിച്ച് ഉരുകി തീരുന്നൊരമ്മ, വിമോചകമോശ തന്നമ്മ. ആരു വളർത്തും തന്നെ ഓമനപുത്രനെ എന്നു നദിയെ നോക്കിയിരിക്കുന്നൊരമ്മ. ഫറവോൻ ഭവനത്തിൽ ആനന്ദത്തോടെന്നും ഉല്ലസിച്ചിടുന്നു രാജപുത്രി. കൊട്ടാരം സുന്ദരമാക്കി മാറ്റിയ സുന്ദരിയാമൊരു മോള്. നീരാടുവാനായി നദിക്കര ചെന്നപ്പോൾ ഞാങ്കണപ്പെട്ടിയിൽ സുന്ദരന പൈതൽ. അനുകമ്പ തോന്നിയ രാജപുത്രി ഭാര്യയെടുത്തവൾ ഉമ്മ വെച്ചു. അമ്മത്തൻ പുത്രനായി വളരുന്ന പൈതൽ, ആമോദത്തോടെ വളരുന്ന മോശ. കൗമാരപ്രായത്തിൽ ഫറവോൻ പുത്രനായി ഈജിപ്ത് രാജ്യത്ത് വാഴുന്ന മോശ. അടിമത്വത്തിൻ ചങ്ങലയിൽ എരിഞ്ഞു തീർന്നൊരു ജീവിതം, വൻനിരാശയിൽ മുങ്ങി മയങ്ങി വഴിവിട്ട ജീവിതം നശിക്കുന്നു. അടിമത്ത ഭൂതത്തിൻ കയ്യിലകപ്പെട്ട ജനതയെ വിട്ടുകിട്ടാനായി വിമോചകനായി മോശ, വിമോചകനായി. ബെത്ലഹേമിൽ നീലരാവിൽ തെളിയുന്നുണ്ടൊരു താരകം. വിശ്വൈകനാഥന നമ്മുടെ ഈശോ, ലോകൈക രക്ഷകന നമ്മുടെ ഈശോ. താതനോടൊപ്പം ജോലി ചെയ്തും മാതാപിതാക്കളെ അനുസരിച്ചും വളർന്നു കൗമാരം. യൗവനത്തിൻ വാതിൽ തുറന്നു പരസ്യ ജീവിതത്തിൻ തുടക്കമാണ്. അമ്മതൻ പുത്രനെ ഒറ്റിക്കൊടുത്തു ഈശോതൻ ശിക്ഷനാം യൂദാസ്. ലോകൈക രക്ഷകനാം യേശുനാഥനെ ക്രൂശിൽ ബന്ധിച്ചു ഒടുക്കി ജീവൻ. ചെയ്യാത്ത പാപത്തിൻ ഭാരവും പേറി ക്രൂശിൽ പിടയുന്ന ദൈവപുത്രൻ. താങ്ങാനാവാത്ത ദുഃഖവും പേറി കരയുന്ന ഓർശലേം പുത്രിമാർ. ഉയർത്തെഴുന്നേറ്റു നാഥൻ സ്തുതിച്ചു പാടിപ്പുകഴ്ത്തുന്നു ഞങ്ങൾ. ും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ദൈവ സാന്നിധ്യം. കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും നിങ്ങൾ കേൾക്കുന്നു പ്രകാശം. ഈശോ നമ്മുടെ രക്ഷകനായി നേടൂ നിങ്ങൾ വിശ്വാസം. ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നന്മ തൻ നിറകുടമാവീശോ ജീവിത വഴിയിൽ എന്നും രക്ഷകനായി വരും.
കാറ്റുള്ളമല ഇടവകയിലെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിലൂടെ ക്രൈസ്തവ ജീവിതത്തെ പോഷിപ്പിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയുമാണല്ലോ മതബോധനത്തിൻ്റെ ലക്ഷ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാത്തക്രസി ത്രതേന്ത എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ മതബോധനത്തിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. സത്താപരമായ വിഷയവും അതിൻ്റെ ഉള്ളടക്കവും ക്രിസ്തു രഹസ്യം എന്നുള്ളതാണ്. ഇവിടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു അധ്യാപക സമൂഹം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ കൂട്ടായ പ്രവർത്തനവും വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ആ കൂട്ടായ സഹകരണവും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇവിടുത്തെ മതാധ്യാപകരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച സൺഡേ സ്കൂളിൽ മുഴുവൻ ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ള സംവിധാനം ഇല്ലാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് ഫാദർ ജോസഫ് മുറിയമേലിൽ അച്ഛൻ്റെ കാലത്ത് ഒരു അധ്യാപക സമൂഹത്തിന് പരിശീലനം നൽകുകയും അങ്ങനെ 10 ക്ലാസ്സുകളും കൂടി എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തുകയും അധ്യാപകരെ പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്യുകയുണ്ടായി. അതോടെയാണ് ഇവിടെ സൺഡേ സ്കൂളിന് ഒരു ഉണർവും എല്ലാം കൈവരുന്നത്. വളരെ വർഷങ്ങളോളം സൺഡേ സ്കൂളിൽ പ്രവർത്തിച്ച അധ്യാപകർ നമ്മുടെ ഈ ഇടവക സമൂഹത്തിലുണ്ട്. അതിൽ ആദ്യമായിട്ട് ഇവിടെ സൺഡേ സ്കൂളിൽ മതാധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട കാക്കക്കൂട്ടിങ്ങൽ ദേവസ്യാൻ ചേട്ടൻ, പിന്നീട് വർഗീസ് പാലക്കാട്ട്, പിന്നെ ജോണി മുണ്ടയ്ക്കപ്പടവിൽ, ജെയിംസ് കാക്കക്കൂട്ടുങ്കൽ, സജി പുത്തേട്ട്, ഷൈബി ചിറപ്പുറത്ത്, ഇവരെല്ലാം 25-ലേറെ വർഷങ്ങൾ ഇവിടെ മതബോധന രംഗത്ത് പ്രവർത്തിച്ച അധ്യാപകരിൽ പെട്ടവരാണ്. ഇവരെല്ലാം ആത്മാർത്ഥതയോടെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതിൽ അവർ പൂർണ്ണമായി സഹകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ ആ കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല വിജയത്തിൻ്റെ തുടക്കമായിരുന്നു. ഇവിടെ സൺഡേ സ്കൂള് വർഷങ്ങളോളം ഈ ആദ്യം കുളത്തോയിൽ മേഖലയായിരുന്ന ഇപ്പോൾ കുരാച്ചൻ്റെ മേഖലയിൽ 1-ാം സ്ഥാനം വർഷങ്ങളോളം നിലനിർത്തി പോകുന്ന സൺഡേ സ്കൂളാണ്. അതിനെല്ലാം കാരണം അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനവും വികാരി അച്ഛൻ്റെ ആ നല്ല നേതൃത്വവുമാണ്. അങ്ങനെ സൺഡേ സ്കൂൾ നല്ല രീതിയിൽ ഇവിടെ വർഷങ്ങളോളം 1-ാം സ്ഥാനം നിലനിർത്തി പ്രവർത്തിച്ചു പോന്നു. ആധ്യാത്മിക ഉണർവുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപക സമൂഹം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സ്വർഗീയ അനുഭൂതി നമുക്ക് പ്രദാനം ചെയ്യുന്നു സംഗീതം. ദൈവാനുഗ്രഹം നമ്മിലേക്ക് അലിഞ്ഞിറങ്ങുന്ന, ദൈവസ്നേഹം നമ്മിലേക്ക് ധാരധാരയായി ഒഴുകുന്ന നിമിഷങ്ങൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം. സുവിശേഷം പകരാനായി പോകാം, ലോകത്തിൻ സീമകളോളം പോകാം. വലയെറിയിൻ മുക്കുവരെ വലയെറിയിൻ, വല നിറയും നിശ്ചയം
വന്നാലും കോളു വന്നാലും തിരമറിഞ്ഞാലും ആഴിയുലഞ്ഞാലും കടലിന്റെ മക്കളെ ഓർക്കുക, അഭയമേകാൻ നിന്നരികിൽ അവനുണ്ട്. കടലിന്റെ മക്കളെ ഓർക്കുക, അഭയമേകാൻ നിന്നരികിൽ അവനുണ്ട്. വചനത്തിൻ മുത്തുകൾ തേടി പോകാം, സ്നേഹത്തിൻ ഗീതം പാടി പോകാം, സുവിശേഷം പകരാനായി പോകാം, ലോകത്തിൻ സീമകളോളം പോകാം. വലയെറിയിൻ മുക്കുവരെ വലയെറിയിൻ, വല നിറയും നിശ്ചയം അവനരുളുന്നു. അലകടലിൽ വലയെറിയും മുക്കുവരെ, കടലിന്റെ ഗതിയറിഞ്ഞു പോയവരെ, രാവേറെയായില്ലേ ഒരു ചെറുമീനുമില്ലേ, ആഴത്തിൽ വലയെറിയും മക്കളെ. വല നിറയെ മനം നിറയെ മീനു തരാം ഞാൻ. തേ 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 ഹൊയ്യാരെ 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 തേ 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 തേ. വല നിറയെ മീനുണ്ടേ, മനം കുളിരെ മീനുണ്ടേ, വല നിറയെ മീനുണ്ടേ, മനം കുളിരെ മീനുണ്ടേ. വല വലിച്ചു കരം കുഴയുന്നു, അവനരുളും വചനത്തിൻ നിറവാണല്ലോ. വല വലിച്ചു കരം കുഴയുന്നു, അവനരുളും വചനത്തിൻ നിറവാണല്ലോ. പോരുന്നോ പോരുന്നോ അലമാറ്റി പടവതുക്കി, അവനരുളും വചനം കേൾക്കാം. പോരുന്നോ പോരുന്നോ അലമാറ്റി പടവതുക്കി, അവനരുളും വചനം കേൾക്കാം. ഒരു നാൾ ചെറുവഴിയാലെ അലമാറ്റി തിരമാറ്റി വഴിയൊരുക്കിയവൻ, ഒരു നാൾ ചെറുതടിയാലെ കൈപ്പാർന്ന ജലം മാറ്റി മധുരം നൽകിയവൻ. അവനല്ലോ വഴിയും സത്യം ജീവനുമേ, അവനരുളും വചനം കേൾക്കാൻ കാതോർത്തിടാം. അവനല്ലോ വഴിയും സത്യം ജീവനുമേ, അവനരുളും വചനം കേൾക്കാൻ കാതോർത്തിടാം. അവനരുളും വചനം കേൾക്കാൻ കാതോർത്തിടാം. അവനരുളും വചനം കേൾക്കാൻ